കുഞ്ഞി ബോബി നമുക്കേ മേളിൽ പോയി എന്നാൽ മഴയൊക്കെ ഉണ്ടാണ് കുറച്ചു നേരം ഇരുന്ന ക്യാരംസ് കളിച്ചാലോ? ഇപ്പോഴോ? തണുപ്പത്തോ? വേണ്ട വേണ്ട. അതിനാ അവര് അമ്മയും അച്ഛമ്മച്ചിയൊക്കെ അടുക്കളയിലുണ്ട്, അവരെ കൂടെ കൂട്ടാം. ഇതിങ്ങനെ കിടന്ന് എന്നെ ചെയ്യുന്നത് എന്തെങ്കിലും പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തണുക്കുമല്ല. പിന്നെ വേണ്ട. എന്നാ പിന്നെ വേറൊരു കാര്യം ചെയ്താലോ? കുറച്ച് കശുവണ്ടി ഇരിപ്പുണ്ട്, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചാ നമുക്കതങ്ങ് ചുട്ട് തിന്നാലോ? എങ്ങനാ? എന്നാ ഞാൻ ചുട്ട് കഴിയുമ്പോ നിങ്ങൾ എഴുന്നേറ്റ് വരുമോ അതോ ചൂടാൻ കൂടുവോ? കൂടാവോ? എന്നാ പയ്യെ എഴുന്നേറ്റോ കേട്ടോ. ഇതെന്നാ കുഞ്ഞി ഡാഡി ഗിരിജിയോ? ഇത് നോക്കിക്കേ, കാലേ സോസ്, തണുപ്പ് അതുപോലെ മൂത്തം തോന്നുന്നു. ഈ തണുപ്പത്തോ? അവർക്ക് സെറ്ററെല്ലാം വാങ്ങിച്ചു കൊടുത്തിരുത്താ അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നിട്ട് തന്നെ അതുങ്ങൾക്ക് തണുപ്പായിരുന്നു, അന്ന് മഴ പോലും ഇല്ലായിരുന്നു. ആ നോക്കാം ഏതായാലും. പണ്ടൊക്കെ ആണെങ്കിലേ നല്ല വിജനം കർക്കിടകമൊക്കെ മഴ വരുന്ന സമയത്ത് കപ്പലണ്ടി ചുട്ട് തിന്നും, കപ്പ ചുട്ട് തിന്നും, ഉപ്പേരിക്കപ്പ ഉണ്ടെങ്കിൽ അത് വറുത്ത് തിന്നും. അത് ഞാൻ ഓർക്കുന്നുണ്ട്. ചീപ്പ് കപ്പ അരിഞ്ഞ് ഉണങ്ങി വെക്കും. ചീപ്പ് കപ്പയാ വറുത്ത് തിന്നുന്നത്. ഉപ്പേരിക്കപ്പ എന്നെ കാണിക്കുന്ന വെച്ചാൽ അന്ന് പഴയ കാലത്ത് ഉരുളുണ്ട്, നല്ല തണുപ്പൊക്കെ ആകുമ്പോഴത്തേനും കപ്പ ഉരണ്ടിനകത്തോട്ട് ഇട്ട് ഇടിച്ച് പൊടിച്ചിട്ട് അതിനകത്തോട്ട് ശർക്കരയും തേങ്ങായും ഒക്കെ ചിരണ്ടിയിട്ട് നല്ല കട്ടൻ കാപ്പി എനത്തി അടുപ്പിൻ്റെ ചുറ്റിന് ഇരുന്ന് എല്ലാവരും കൂടെ ഒരു കാപ്പി ഉണ്ട്. നമുക്കൊരു കാര്യം ചെയ്താലോ? കുഞ്ഞാൻ്റിയൊക്കെ കൊണ്ടുവന്ന കപ്പലണ്ടി ഇരിപ്പില്ലേ? ഞാൻ കപ്പലണ്ടി കൊണ്ടുവന്നായിരുന്നു. പിന്നെ കുഞ്ഞാൻ്റി കുറേ കൊണ്ടുവന്നായിരുന്നു, അവിടുത്തെ മുറ്റത്ത് നിൽക്കുന്നതേന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞു. അവന്മാരോട് ഞാൻ എഴുന്നേറ്റ് വരാൻ പറഞ്ഞിട്ടുണ്ട്, അവരോട് വരുവാണെങ്കിൽ നമുക്കൊന്ന് ചൂട്ടേക്കാതെ. നല്ല നനയും തണുപ്പ് ഇപ്പൊ കപ്പലണ്ടി ഇടാൻ. ഇതാണോ കുഞ്ഞാൻ്റി കൊണ്ടുവന്നെന്ന് പറഞ്ഞേ? പിന്നെ ഇഷ്ടം പോലെ ഉണ്ട്, നല്ല കപ്പലണ്ടി ആണല്ലോ, നല്ല നിറമൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ചുട്ടാലോ? ചുടാൻ എവിടെയിട്ട് ഇടും? ഗ്രില്ല് വെച്ച് ചുട്ടാലോ? അത് ഗ്രില്ലുണ്ട് ഇവിടെ ഇരിപ്പുണ്ട്, അതിലോട്ട് ഗ്രില്ലിന്റെ ആ മേളത്തെ കമ്പി അങ്ങ് എടുത്തേച്ച് അതിനകത്തോട്ട് തീ കൂട്ടാം അല്ലേ? അതിനകത്തോട്ട് നല്ല ചിരട്ടയോ എണ്ണയിലിട്ട് കത്തിച്ചത് നല്ല ഉണങ്ങിയിരിക്കുന്ന കപ്പലണ്ടി ഞാൻ തോന്നുന്നു കേട്ടോ. പെട്ടെന്ന് ഇളക്കി. പിന്നെ മഴയല്ലേ, ചുട്ട് തിന്നേക്കാം. ചുട്ട് തിന്നേക്കാം. കടുങ്കാപ്പിയും കൂടെ തിളപ്പിക്കണം. ചുടുന്നത് പിന്നെ ഞാൻ വായിലോട്ട് വിടാവേ. ഞാൻ ചുട്ട് തല്ലി പൊട്ടിച്ച് അവിടെ നിങ്ങൾ ചുട്ട് വന്നാൽ മതി, ഞാൻ തല്ലി പൊട്ടിക്കാം. പറഞ്ഞു തരാം ചുടുന്നതൊക്കെ എങ്ങനെയാന്ന്. നീ തിന്ന് സഹായിക്കുള്ളല്ലേലും. ലീല ടിപ്സ് ആൻഡ് ലുക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതന്നെ മുമ്പേ കൊണ്ടുവന്ന കപ്പലണ്ടിയാണോ? ഇത് 6 കലാവരിതാ ഇങ്ങനെ കാണിച്ചു വെച്ചേക്കുന്നത്. സമയം എടുത്ത് ആണോ? എത്ര സമയം? 2 മിനിറ്റ്. കുഞ്ഞിന്റെയാണ് അഭിപ്രായം. എന്നാണെങ്കിലും കപ്പലണ്ടി വെച്ച് നല്ലപോലെ സെറ്റായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ചെറുപ്പത്തിൽ ഞങ്ങളുടെയൊക്കെ പോക്കറ്റ് മണിയുടെ സാധനമായിരുന്നത്. അമ്പലപ്പറമ്പിൽ നിന്നൊക്കെ സ്ഥിരം പോയി അവിടെ ആ ഗ്രൗണ്ടിൽ നിന്നാൽ മതി, അവിടെ നിന്ന് വീഴുന്നെല്ലാം എടുക്കും. ഞങ്ങൾ വരുന്നതിന് മുന്നേ ഒരാളവിടെ വന്ന് എടുക്കുമായിരുന്നു. അതാരാന്നറിയാം, നമ്മുടെ കുഞ്ഞമ്മ. കുഞ്ഞമ്മയുടെ ഒരു ആ സമയത്തുള്ള ഒരു ജീവിതത്തിനുള്ള ഒരു ഉപാധിയായിരുന്നത്. കുഞ്ഞമ്മ വരിക രാവിലെ. ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ പറിച്ചു കൊണ്ടുപോയി കടയിൽ കൊടുത്തിട്ട് ഞങ്ങൾക്ക് പൈസ കിട്ടുകയല്ലേ. പിന്നെ കപ്പലണ്ടിക്ക് നല്ല വില ഉണ്ടായിരുന്നു അന്ന്. ഇതിപ്പോൾ തന്നെ ഇപ്പോഴും നല്ലതിന് 1000-1200 രൂപ കിലോയ്ക്ക് വിലയുണ്ട്. ഇപ്പൊ ഇത്ര ഒന്നുമില്ല, അന്ന് വേറെ നിസ്സാര വിലയുള്ളൂ. ഒരു കിലോ കൊടുത്താൽ 1 രൂപ 2 രൂപ 3 രൂപ. അത് പഴയ കാലം. അത് കഴിഞ്ഞ് 10, 15, 20, 19 രൂപയ്ക്കൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെയൊക്കെ പോക്കറ്റ് മണി ആയിരുന്നു ഇത്. റബ്ബർ കുരുവില്ലേ, അതൊക്കെ. അതെന്തിനാണ്? അതിപ്പം ഇപ്പോഴും എടുക്കുന്നുണ്ട് ഇഷ്ടം പോലെ. റബ്ബർ കുരു ഒരു കാലത്ത് അത് ആട്ടി ഏതാണ്ട് എണ്ണ എടുക്കാനാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ ഈ റബ്ബർ കുരു എല്ലാം കയറ്റി ഇല്ലാത്ത നാടുകളിലേക്ക്. ചാച്ചന് കോരുത്തോട്ടിൽ നിന്ന് റബ്ബർ കുരുവായിട്ട് പോയിട്ടുണ്ട് മംഗലം ഡാമിന്. കൊച്ചച്ഛനെ അങ്ങോട്ട് താമസിക്കാൻ. അവനെന്തിനാ പോപ്പിയില്ലേ പോയി? അവിടെ ചാച്ചൻ കൊണ്ടുകൊടുത്ത മംഗലം ഡാമിൽ കൊച്ചച്ഛൻ്റെ അവിടെ വാസു കൊച്ചച്ഛന് ചാച്ചൻ കൊടുത്ത റബ്ബർ കുരു പാകി തൈ വെച്ചത് അവിടെ ഇപ്പം കിട്ടുന്ന റബ്ബർ. തോട്ടിൽ നിന്ന് ചാച്ചൻ ചുമന്നു കൊണ്ടുപോയതാണ്.
കുഞ്ഞേ ആ ചിരട്ടെല്ലാം എടുക്കുവാണോ? ആ അമ്മ എടുക്കാൻ പോയിട്ടുണ്ട്. കത്തിച്ചോണ്ട് വരാന്ന് ചിരട്ട. ആണോ? ആ നീ ശരിയാക്കി വെച്ച ക്യൂബ് പിന്നെ അമ്മച്ചി എടുത്ത് റെഡിയാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതൊന്ന് വെക്കാമെന്ന് നോക്കണ്ടേ? ആ അതെ, അത് നല്ലപോലെ മാത്തമാറ്റിക്സ് അറിയാവുന്നവർക്കാ സെറ്റ് ചെയ്യാൻ അറിയുന്നത്. എന്നാച്ചേ? ചിരട്ടയ്ക്ക് കിലോ എന്നാ വിലയാണെന്നറിയാമോ? ഇല്ല. ചിരട്ടയ്ക്ക് കിലോ 31 രൂപ കണ്ട് വിലയുണ്ട്. ചിരട്ടയ്ക്കോ തേങ്ങയ്ക്കോ? തേങ്ങയ്ക്കല്ല, തേങ്ങയ്ക്ക് 70-80 ഒക്കെയാണ്. ചിരട്ടയുടെ വിലയാണ് ഞാൻ പറഞ്ഞത്. ാണ് ഉദ്ഘാടനം. ആ തീ കത്തിച്ചു. കല്യാണത്തെ പോലെ വെക്കട്ടെ അമ്മ. ഒരു പ്രാവശ്യം കത്തിച്ചത് നീ കെടുത്തി കളഞ്ഞ്. ചൂട്ടെല്ലാം തണുത്തിരിക്കുക. പിടിപ്പിച്ച പുകയ്ക്കാനാണല്ലേ പറഞ്ഞത്? ഇത് കൊള്ളാം. എടാ ഒന്ന് പഠിപ്പിച്ചു കൊടുത്തടാ. ഈ 2 ഘട്ടം കൂടെ വന്നാൽ മതി. ആ മഞ്ഞയുടെ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ, മഞ്ഞും കയറുന്നുണ്ട്. മഴ തീരുന്നതിന് തന്നെ ഉണ്ടാക്കി തിന്നണം. ആണോ? മഴ തീരത്തൊന്നുമില്ല, മഴ ഇനിയിപ്പോ എല്ലാ ദിവസവും ഉണ്ട്. പണ്ടൊക്കെ ഇങ്ങനെ മഴ പെയ്ത് കഴിയുമ്പോ എല്ലാവർക്കും കപ്പലണ്ടി ഇടുന്നതിന്റെ നല്ല മണം വരുമല്ലേ? അതെ 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 അതെ. അപ്പനെ ഇതൊന്നും പഠിപ്പിച്ചില്ലേ? തീ കത്തിക്കാനോ? കുഞ്ഞേ എന്ന് പറഞ്ഞാലും കത്തുവോ? നല്ല തണുപ്പും നല്ല കാറ്റും ഇടയ്ക്കിടയ്ക്ക് മഴയും. കത്തുന്നത് നോക്കി നിൽക്കുകയാണോ? അതോ ചൂടുണ്ടോ നോക്കുകയാണോ? ചൂടായില്ലേ? കത്തിയോ? ആഹാ തണുപ്പുണ്ടല്ലേ? പിന്നെ കെട്ടിപ്പിടിച്ചാൽ എന്റെ തണുപ്പ് നോക്കോളൂ. അത് തന്നെയല്ല ഞാൻ ഇവിടെ നിൽക്കാം. എന്നാലേ പിന്നെ 2 പേരുടെ കൂടെ ആകുമ്പോൾ എനിക്ക് തണുപ്പ്. ആ അത് ശരിയാ. കത്തുന്നുണ്ട്. കത്തിക്കഴിയുമ്പോൾ നമുക്ക് മറ്റേ ക്യാമ്പ് ഫയറും കൂടെ ആക്കാം. ശരി, ഇത് തീരുമ്പോ രാത്രി ആണെങ്കിൽ അതിനെ വേറെ ചൂടുണ്ട്. ഇതിപ്പോ ഇത്ര ഇങ്ങനെ കാറ്റടിക്കുന്നുണ്ട്. എപ്പോഴും തണുപ്പല്ലേ, കാറ്റും കൂടെ ഉള്ളതുകൊണ്ട് നല്ല ആളി കത്തുന്നുണ്ട്. കണ്ടോ? ആ തീ നല്ലപോലെ കത്താൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അച്ചമ്മച്ചിയില്ലേ പോയി? ആണോ? ചിലപ്പോ ഇപ്പൊ കൊണ്ടുവരും, നോക്കാം. കനലായി കഴിയുമ്പോ ഇട്ടാ പോരെ? ഒരു ചിരട്ടക്കകത്ത് വെച്ച് നോക്കിയാലേ? അങ്ങനല്ല, അങ്ങനെ വെച്ചാൽ കത്തിപ്പോവും. പിന്നെ ഇതിനൊരു ഇതുള്ള ഒരു കറയുണ്ട് ഇതിന്റെ തൊണ്ടിന്. ആ കറ ബാക്കിയിരിക്കുന്ന ഇട്ട് നോക്കാം. ഇല്ല, കുറച്ച് കത്തട്ടെ. കത്തി ആ തീയെല്ലാം കറക്റ്റ് ആയി കഴിയുമ്പോഴും. എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണി ഇടാനാണോ? അങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് പിന്നെ ആ ഇപ്പൊ കണ്ടോണം. ഞാൻ ഇടുന്നതിന് എണ്ണം ഉണ്ട്. അത്ര എണ്ണം ഞാൻ തിരിച്ചു കൊടുക്കും. 8, 9, 10, 11, 12. നോക്കാം എങ്കിൽ ഞാനും. അച്ചമ്മച്ചി മറ്റേ ഫാക്ടറിന്ന് ഞാൻ 9 കിട്ടും. ഫാക്ടറിന്ന് എടുത്തോണ്ട് വരുന്ന പോലെ പടപടാന്നാ വാരിയിട്ടെ. അതെല്ലാം തിളങ്ങാൻ തുടങ്ങി. ഏതാ? ഞാൻ ഇരിക്കുന്നിടത്തോട്ട് മണം വരാൻ തുടങ്ങി. ആൾക്കാരൊക്കെ ആടി സൂപ്പർ മണം അല്ലേ? പുക നല്ല സൂപ്പർ മണം. ഗേറ്റ് ഒക്കെ അടച്ചിട്ടില്ലേ? ഒരെണ്ണം പൊട്ടി.
പക്ഷെ ഒരുപാട് നേരം കത്തല്ല. ഇത് ചിലപ്പോൾ അപ്പുറത്ത് നിന്നൊക്കെ ആള് കയറി വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ തണുപ്പും പോയി അല്ലേ, പോയി കപ്പലണ്ടി ആയി. കപ്പലണ്ടിയായി. ആ അതുകൊള്ളല്ലോ, ഹെൽമെറ്റ് ആവും. പയ്യെ പുറകോട്ട് മാറി. എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. ആ ഇവിടെ നിന്നാലല്ല കുഞ്ഞി ഇതിന്റെ മണം അറിയാൻ പറ്റുന്നേ. എവിടെ ഇപ്പൊ ആള് ഓടിയൊക്കെ പോയി നിൽക്കണം. എന്നാ മുളകൊന്ന് ചിലപ്പോ അപ്പുറത്തുനിന്ന് അച്ഛനൊക്കെ കയറി വരും. ചിലപ്പോ അവനും വരൂടാ. വിനീത്, ഏതോ ഒരു പുതിയ കിളിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കിളിക്ക് തണുത്തിട്ടായിരിക്കും. അതെ അതെ, മൊത്തത്തിൽ ആ ആംബിയൻസ് അങ്ങ് മാറി. സൗണ്ട് ഒക്കെ ഉണ്ടാക്കി കിട്ടത്തേനെ ഓരെ എടുത്താൽ ഇവിടെ മിസൈലായിരിക്കും. കുയില് വന്നു, കുയില്. മൊത്തം കത്തി ചെയ്യുമ്പോഴത്തേക്ക് സാധനം കഴിഞ്ഞു പോകുന്നു. ഇനി വേണേ ചിലപ്പോൾ എടുത്തു നോക്കാം. അപ്പം എങ്ങനെയുണ്ട് നമ്മുടെ കപ്പലണ്ടി എല്ലാം റെഡിയായോ? പകുതി എല്ലാം കറക്റ്റ് വെന്തിട്ടുണ്ടല്ലേ? ഇനിയിപ്പോൾ എല്ലാം കൂടെ തല്ലി പൊട്ടിക്കണ്ടേ ഇത്? അത് പോകും. ഇനി എല്ലാ ബാക്കിയും കൂടെ ചുട്ടിട്ട് ഒരുമിച്ച് പൊട്ടി. കുഞ്ഞി ഒരെണ്ണം പൊക്കിക്കൊണ്ട് പോയി കേട്ടോ. അതിനെ നോക്കി. കൈ കൊള്ളല്ലേ? കുറെ ഉണ്ടല്ലേ? കുറച്ച് കരിഞ്ഞു പോയെന്ന് തോന്നുന്നു അല്ലേ? ചൂടാ നേരത്തെ എടുക്കേണ്ടതായിരുന്നു. നേരത്തെ എടുക്കാൻ ഞാൻ പറഞ്ഞതല്ലേ. ആ ഇപ്പം എന്നാണ് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ചെറിയ തട്ടുകടൊക്കെ പറ്റുമെന്നേ. എന്നാലും കുഴപ്പമില്ല, മൊത്തം നമുക്ക് മുറിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് തിന്നുന്നത് ചുട്ട് തെറ്റിപ്പൊട്ടിച്ച് തിന്നുന്നതിൻ്റെ ടേസ്റ്റ് രണ്ടാണ്. ആ ഇത് നല്ല ടേസ്റ്റാണ്. കുഞ്ഞിയുടെ മുഖം കാണുമ്പോൾ അറിയാം. കുഞ്ഞി ഇടയ്ക്കിടയ്ക്ക് എല്ലാം വന്ന് പൊക്കിക്കൊണ്ട് പോകുന്നുണ്ട്. നേരത്തെ വായിക്കാൻ അവനോട് കൊണ്ട് കൊടുത്തേ. ചക്കച്ചക്കത്ത് വാരിക്കാം. അതിനകത്ത് രണ്ടെണ്ണം ഇട്ടത് ഇങ്ങനെ മാറ്റി വെച്ചു. പിന്നെ അത് കഴിഞ്ഞു ആ എടുത്തു കൊടുത്തു. മതി. നല്ല ഉത്സാഹമുണ്ടല്ലോ. നല്ല മണമുണ്ട്, ആ അതുകൊണ്ട് ഉത്സാഹമുണ്ട്. എന്തിയ കടിഞ്ചായ ഇടാൻ മതി താ. അങ്ങ് പൊട്ടിച്ചോ? എല്ലാം ആ തീക്കകത്ത് നമ്മൾ രണ്ടെണ്ണം ഇട്ടില്ലേ നോക്കാൻ അതിന് മാറ്റിയിട്ട് ആ അതിനകത്ത് രണ്ടോ അത് ചാല നേരോടെ കിടന്നു കേട്ടോ. ആയില്ല. കഴിഞ്ഞ് ഞാൻ പറയും ചാമ്പല ഇതൊക്കെ ഇങ്ങ് തന്നു. ഒന്നും കൊണ്ടുവരാത്തെ കഴിക്കട്ടെ. പിള്ളേരെ ഇതുവരെ ശരിയായില്ലേ പിള്ളേരെ? ഇന്നുമല്ല, തിന്നുമല്ലേ? ഇടയ്ക്കിടയ്ക്ക് അതിലേ പോകുന്നുണ്ടല്ലോ. അത് ഇടയ്ക്കേ തിന്നുന്നുള്ളൂ. ആണോ? കടുങ്കാപ്പി റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തല്ലി പൊട്ടിച്ചുകൊണ്ട് വരികയാണെങ്കിൽ കടുങ്കാപ്പിയും കൂട്ടി കഴിക്കാം. ഇല്ലെങ്കിൽ കടുങ്കാപ്പി തണുത്ത് പോകും. നിങ്ങൾ എടുക്കാത്ത കൊടുത്തേക്ക് നോക്കും. ഞങ്ങൾ കപ്പലണ്ടി കൊടുത്തോളാം. ആ അത് കൊള്ളാം. ഞങ്ങൾ ഏതായാലും കടുങ്കാപ്പി കുടിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്നാ ഉത്സാഹം നോക്കി. ഇത്ര കിട്ടിയുള്ളൂ ഇതുവരെ? അന്നേരം എങ്കിലും തല്ലി പൊട്ടിച്ചില്ല നിർത്തിയില്ലായിരുന്നെങ്കിൽ. ഇനിയുണ്ടല്ലേ? കാറ്റ്, മഴ, തണുപ്പ്, കപ്പലണ്ടി, കട്ടൻ ചായ. ആ ജോൺസൺ മാഷ്. കൊള്ളാം. ഇപ്പം നല്ല ആംബിയൻസ് ആയി കേട്ടോ. നല്ല മഴയും നല്ല പോലായി, മഞ്ഞായി, നല്ല അതിശക്തമായിട്ട് മഴ പെയ്യുന്നുണ്ട്. ആ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്താലോ, നമ്മുടെ കപ്പലണ്ടി എല്ലാം കൂടെ അങ്ങ് കഴിച്ചാലോ? ആ പിടിച്ചോ. എങ്ങനെയുണ്ട് ടേസ്റ്റ്? നോക്കി എങ്ങനെയുണ്ട് ബോബി? കൊള്ളാം, സൂപ്പറാണോ? ഇതുപോലെ നേരത്തെ കഴിച്ചിട്ടുണ്ടോ? ആ അതാണ്. എവിടുന്ന് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്, ചുട്ട് തന്നിട്ടില്ല ഇതുവരെ. എങ്ങനെയുണ്ട് കുഞ്ഞി? നല്ലതാ. ആണോ? ഞാൻ ഇതിന് മുന്നേ ഒരു തവണ കഴിച്ചിട്ടുണ്ട്. ആ അച്ചമ്മച്ചി ഉണ്ടാക്കി തന്ന. ആ എന്നാ അവനില്ലായിരുന്നായിരിക്കും അന്നേരം. ഞാൻ ഇന്നാളെ ഏറ്റുമാനൂരിൽ എന്ന് പറ്റിയിട്ടുള്ളൂ. ആ ഏതായാലും കുഴപ്പമില്ല, സൂപ്പറായിട്ടുണ്ട്. എങ്ങനെയുണ്ട് ടേസ്റ്റ്? എങ്ങനെയുണ്ട്? അടിപൊളി. നല്ല ടേസ്റ്റാ. കപ്പലണ്ടി നമ്മള് കടയിൽ നിന്ന് മേടിച്ച് തിന്നുന്നതിലും ടേസ്റ്റ് കിട്ടുന്നില്ല. ആ ആ ഈയിടെ വാങ്ങിച്ചില്ലേ, അതിന് കടയിൽ വാങ്ങിച്ചതിന് മാവിന്റെ ടേസ്റ്റ് ആയിരുന്നു. ആണോ? ഇതിന് ഒറിജിനൽ ടേസ്റ്റ്. ആ ഇതാണ് നാടൻ കശുവണ്ടി ചുട്ടത്.
നല്ല തണുപ്പത്തൊക്കെ ഇരുന്ന് കല്യാണ സദ്യക്ക് സൂപ്പറാ കഴിക്കും. കല്യാണ സദ്യക്ക് പോലും കപ്പലണ്ടി ഇതുപോലെ ചുട്ടുകല്ലിൽ പൊട്ടിച്ചായിരുന്നു നേരത്തെ ഇത്. ഇപ്പൊ വാങ്ങിക്കാൻ കിട്ടും, അതുകൊണ്ട്. കാലമൊക്കെ പോയില്ല. ആ അതെ, ആന്റിയോട് പറയാം കൊറേ കൂടെ വാങ്ങിച്ചോണ്ട് വരാൻ, കൊറേ കൂടെ അവിടുന്ന് പെറുക്കിക്കൊണ്ട് വരാൻ. അല്ല അത് അവിടെ ഉള്ളതോ അവിടെ വീണത് കുറച്ച് അതാ പറയാം പെറുക്കിക്കൊണ്ട് വരാൻ. ഇനിയില്ല വർത്താനം, അത് തീർന്നു. ഞാൻ അടുത്ത സീസൺ ആകണം. ഇവിടെ ഒന്നും പക്ഷെ അങ്ങനെ കണ്ടിട്ടില്ല അല്ലെ, കപ്പലുമാവ് കണ്ടിട്ടില്ല. തമിഴ്നാട്ടിൽ എന്നാ കാണാം കപ്പലിനുണ്ടോ. അവിടെ ഉണ്ട്. തോട്ടമുണ്ട്. അപ്പൊ പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഒത്തിരി നാളായിരുന്നു മുട്ട കപ്പലണ്ടി വെച്ചേ ചമ്മന്തി അരച്ചാൽ നല്ല സൂപ്പറാ. പണ്ടൊക്കെ കപ്പ ഇടിച്ചു കുറുക്കുമായിരുന്നു. വെള്ളി കപ്പ ഇടിച്ച് പൊടിച്ച് അരിച്ചെടുത്ത് അത് കുറുക്കിയെടുക്കും, വെള്ളം ഒഴിച്ച് അടുത്ത വെച്ച് തിളപ്പിച്ച് നല്ല കുറുക്കിയെടുത്തിട്ട് അത് നല്ല വാഴയിലക്കകത്തോ വട്ടയിലക്കകത്തോ വിളമ്പിയിട്ട് അതിൻ്റെ നടുത്തോട്ട് കപ്പലണ്ടി വെച്ച് ചമ്മന്തി അരച്ചത്. കപ്പലണ്ടിയും തേങ്ങായും കാന്താരി ഉപ്പും ഉള്ളിയും കൂടെ വെച്ച് നന്നായിട്ട് ചല്ല വെച്ച് അടുത്തെടുക്കും. എന്നിട്ട് അത് നല്ല ചാറാക്കും. എന്നിട്ട് ഈ കപ്പ കുറുക്കി വെച്ചാൽ നടുവിലോട്ട് നല്ല തവി കൊണ്ട് ഇങ്ങനെ കുരുക്കി വെക്കും. എന്നിട്ട് അതിന്റെ നടുക്കോട്ട് ഒഴിക്കും. എന്നിട്ട് ഈ കപ്പ ഇങ്ങനെ കുറുക്കിയ കപ്പ വെള്ളു കപ്പ കുറുക്കിയ നല്ല മുറിച്ചെടുക്കാം. എന്നിട്ട് അത് ഇങ്ങനെ എടുത്ത് ഈ കുടിക്കകത്തോട്ട് ഈ ചമ്മന്തിക്കകത്തോട്ട് മുക്കി മുക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആവട്ടെ. ഇന്നൊക്കെ ഉള്ള പിള്ളേർക്ക് കപ്പ കുറുക്കി തന്നെ ആണെന്ന് ചോദിച്ചാൽ പോലും അറിയത്തില്ലല്ലോ. അവര് കഴിക്കുന്നുണ്ടോ അല്ലെ? ആരോഗ്യത്തിന്റെ ദിവസമാണല്ലേ. കപ്പ കുറുക്കിയത് വട്ടയില വെച്ച് നിരത്ത് വട്ടയില ഇങ്ങനെ പരത്തി പിടിപ്പിക്കും. എന്നിട്ട് പരമ്പരയിലോട്ട് വെയിലത്തിട്ട് ഉണങ്ങും. ഉണങ്ങിയ ചതെടുത്ത് എണ്ണയ്ക്കകത്തിട്ട് വറുത്ത് സൂപ്പർ. ഇതൊക്കെ അറിയാവുന്നവർ അടുത്ത് വരുന്നവർക്ക് കാണിച്ചു തരണം, എങ്കിലേ ബാക്കി വരുന്നവർക്ക് അറിയത്തുള്ളൂ. എന്നിട്ട് ഇത് പപ്പടം പോലെ ഇരിക്കും. ഉണങ്ങി കഴിയുമ്പോൾ ഇത് ഈ വട്ടയിലേന്ന് പൊളിച്ചെടുക്കാം. വട്ടയിലേക്ക് ഒരു പ്രത്യേക സ്വാദുണ്ട്. എന്നിട്ട് അത് എണ്ണയ്ക്കകത്ത് ഇട്ടിട്ട് നല്ല സൂപ്പറായിട്ട് ഇതെല്ലാം നല്ലപോലെ റെഡിയാക്കി പഠിപ്പിച്ചു. അതിനിപ്പം കപ്പയില്ലല്ലോ സ്വന്തമായിട്ട് പറിച്ചെടുക്കാൻ. നല്ല കപ്പ വേണം, കയ്പില്ലാത്ത കപ്പ. നിനക്ക് പഠിക്കണം. അങ്ങനെ ഉണ്ടാക്കി കൊടുത്താ തിന്നുമില്ല. കഴിക്കാം. ഒറ്റ കപ്പലണ്ടി തിന്നോ ഇവരെല്ലാരും കൂടെ പെറുക്കി തിന്ന് ഇപ്പൊ തീർത്തു.